ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 26 361 ദിവസത്തിലെത്തി. വെറും 6 ദിനങ്ങൾ കൂടിയുണ്ട് ഈ വർഷത്തെ ഒന്ന് പറഞ്ഞു വിടാനായിട്ട്. ക്രിസ്തുമസിൻ്റെ സർവവിധമായ ആഘോഷങ്ങൾക്കും ശേഷം നല്ലൊരു ക്ഷീണത്തിലാവും ഈ ഒരു പുലരിയിൽ. ഒരു ശൂന്യതയിലും ആണോ എന്നൊരു അന്വേഷണം ഉണ്ട്. സങ്കടത്തിൻ്റെതായ ഒരു തെരച്ചിലാണത്. ആഘോഷങ്ങളൊക്കെ അവസാനിപ്പിച്ചു. തെളിച്ചു നിർത്തിയ നക്ഷത്ര വിളക്ക് അഴിച്ചിറക്കുന്ന തിരക്കിലുമാവും. ഇനി ക്രിസ്തുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരംശമോ അടയാളമോ ഈ ഭവനത്തിൽ ബാക്കിയില്ല എന്നുള്ള ഒരു അറിയിപ്പാണ്. ആ തെളിച്ചു നിർത്തിക്കൊണ്ടിരുന്ന നക്ഷത്ര വിളക്കുകളെയൊക്കെ അഴിച്ചെടുത്ത് വരും വർഷത്തേക്ക് മാറ്റി ഒരുക്കി വെക്കുന്നത്. ക്രിസ്തീയതയിലെ ഏറ്റവും വലിയ അത്ഭുതവും വിശ്വാസത്തിൻ്റെ രഹസ്യവുമാണ് ക്രിസ്തുമസ്. സ്രഷ്ടാവായ ദൈവം സൃഷ്ടിയാവുന്ന, സർവശക്തനായ ദൈവം നിസ്സഹായനായി ശിശുവാകുന്ന, സർവ പരിപാലകനായ ദൈവം പരിലാനയ്ക്കായി കേഴുന്ന ഈ രാത്രിയുടെ, ക്രിസ്തുമസ് എന്ന് പറയുന്ന ആ രാത്രിയുടെ രഹസ്യം മനുഷ്യബുദ്ധിക്ക് അത്ര വഴങ്ങുന്നതല്ല. സ്വർഗാദി സ്വർഗങ്ങളിലെ മാലാഹ വൃന്ദങ്ങൾ ഒരു കാലിത്തൊഴുത്ത് തേടി ഇറങ്ങി വന്ന ഒരു രാത്രിയുടെ ഓർമ്മയാണ് കഴിഞ്ഞുപോയത്, കടന്നുപോയത്. സ്വർഗവും ഭൂമിയും സംബന്ധിച്ച് കൂട്ടുചേർന്ന ഒരിടമായിട്ട് ബേത്ലഹേമും അവിടുത്തെ ആ പുൽക്കൂട് മാറുന്നു. സ്വർഗവും ഭൂമിയും ഒരു നാൾ ഒരുമിച്ചിരുന്ന ഏദനിലെ പർദീസായുടെ ഒരു പുനരാവിഷ്കാരമായിട്ട് മാറുന്നില്ലേ? പർദീസായിൽ എന്നതുപോലെ ഈ പുൽക്കൂട്ടിലും മനുഷ്യനും മൃഗങ്ങളും മരങ്ങളും സൃഷ്ടജാലങ്ങളും സർവോപരി ദൈവവുമുണ്ട്. പഴയ നിയമഗ്രന്ഥങ്ങൾ മുഴുവൻ എഴുതപ്പെട്ടത് ഈ രാത്രിയുടെ രഹസ്യം പങ്കുവെക്കാൻ വേണ്ടിയായിരുന്നു. ക്രിസ്തുമസ് എന്ന പദത്തിന് യേശുവിൻ്റെ ജനനവുമായി യാതൊരു ബന്ധവുമില്ല എന്നുകൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്രിസ്തുമസ് എന്ന പദത്തിന് ക്രിസ്തുവിൻ്റെ ബലി എന്നാണ് ശരിയായ അർത്ഥം. ജനനം മരണത്തിൻ്റെ തുടക്കമാണെന്ന പറച്ചില് യേശുവിനോളം അന്വർത്ഥമാക്കിയവർ മറ്റ് ആരും ഉണ്ടാവില്ല. ക്രിസ്തുമസിലെ പല സൂചനകളും അതുതന്നെയാണ്. അതൊരു ബലിയാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. യേശു പിറന്നു വീണത് ബേത്ലഹേമിലാണ്. അപ്പത്തിൻ്റെ ഭവനമെന്നാണ് ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും. യഥാർത്ഥ അപ്പമാകേണ്ടവൻ്റെ ഭവനം. ബേത്ലഹേം ഓരോ ദേവാലയത്തിൻ്റെയും ചെറിയ പ്രതീകമാണ്. ഒന്നുകൂടെ നമ്മൾ ബേത്ലഹേമിലേക്ക് ഉറ്റുനോക്കിയാൽ ചെറുതാകുന്ന ഒരു ആത്മീയത കൂടി കണ്ടെത്താൻ പറ്റും. ഭൂമിയെക്കാളും പ്രപഞ്ചത്തെക്കാളും പ്രബലനായ ദൈവം ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞായിട്ട് മാറുന്നു. ഒരാണ്ടുകൂടി പെരുന്നാളിലൂടെ സർവ ആഘോഷത്തിമെപ്പുകളിലൂടെയും കടന്നുപോയിട്ടും സ്വയമൊന്ന് ചെറുതാകാനായിട്ട് എന്തേ സാധിക്കാതെ പോകുന്നു? ഇപ്പം കാലിത്തൊഴുത്തിലെ ഗുഹയിൽ തുടങ്ങുന്ന യേശുവിൻ്റെ ജീവിതം അവസാനിക്കുന്നത് ഒലിവ് തോട്ടത്തിൽ പാറയിൽ വെട്ടിയുണ്ടാക്കിയ മറ്റൊരു ഗുഹയിലാണ്. കാലിത്തൊഴുത്ത് ഒരു കല്ലറയുടെ പ്രതീകമായിരുന്നു എന്നുകൂടി ഒന്ന് ഓർക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ക്രിസ്തുമസ് അതൊരു വെറുതെ ഒരു ഓർമ്മയോ പെരുന്നാളോ ഒന്നുമല്ല. അല്പനേരം കൊണ്ട് അതിനെ ഒരുപാട് വിശദീകരിക്കേണ്ടതിനെ നമുക്ക് ചുരുക്കി പറഞ്ഞു തീർക്കാനും ആവുന്നില്ല. 2020 ക്രിസ്തുമസും കടന്നുപോയി. എന്താണ് ഓരോരുത്തരിലും അവശേഷിച്ചിരിക്കുന്നത് എന്ന് ഒന്ന് കണ്ടെത്തുക.
കുറച്ചുകൂടി കാരുണ്യത്തിൻ്റെ ഭാവത്തിലേക്ക്, മറ്റുള്ളവരോട് കുറച്ചും കൂടി അനുകമ്പയും അനുഭാവവും ഉണ്ടാകുന്ന ഒരു സ്വഭാവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചു എന്ന് തന്നെയാണ്. ഇത്രയും വലിയ മഹാത്ഭുതം സൃഷ്ടാവായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി നിർവഹിച്ചതിൻ്റെ നല്ലൊരു ഓർമ്മയിലൂടെ കടന്നു പോകാനായിട്ട് ഒരിക്കൽ കൂടി ഭാഗ്യം കിട്ടിയിട്ടു നമ്മളാരും ഇതിൽ നിന്ന് ഒന്നും കണ്ടെടുക്കുന്നില്ല, പഠിക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ എന്തൊരു ഫലിതമാണ്, എന്തൊരു കറുത്ത ഫലിതമാണ്. ആമേൻ.